നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിനുള്ളിൽ ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഏതാണ് ഏറ്റവും ടോപ്പ് കോഴ്സസ് വരുന്നത്, അതുപോലെ തന്നെ ഈ കോഴ്സുകൾ ഒക്കെ ഡ്യൂറേഷൻ എത്രയാണ്, ഇതിൽ എത്ര സീറ്റുകളാണ് ഏകദേശം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, നമ്മുടെ കേരളത്തിലുള്ള കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുറച്ച് ഓവർ ഹൈപ്പ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കോഴ്സ് BSc നഴ്സിംഗ് ആണ്. കാരണം ഇപ്പോൾ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും BSc നഴ്സിംഗ് മതി. കൊറോണയ്ക്ക് മുമ്പ് BSc നഴ്സിംഗ് ആരും എടുത്തിട്ടില്ലായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഒത്തിരി ആൾക്കാർക്ക് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലി കിട്ടിയത് കൊണ്ടും വിദേശത്ത് നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റിയത് കൊണ്ടും ഇതിൻ്റെ ഇടയിൽ നല്ല ഓവറായിട്ട് ബൂം ചെയ്ത് വന്നൊരു പ്രോഗ്രാമാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാ കോളേജുകളിലും സീറ്റ് ഫില്ലാവുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഈ കോഴ്സ് കേരളത്തിലെ 157 കോളേജുകളിലായിട്ട് ഏകദേശം 9557 സീറ്റുകളാണുള്ളത്. ഇത് ടോട്ടൽ ഒരു 4 വർഷം ഡ്യൂറേഷൻ ഉള്ള കോഴ്സാണ്. BSc നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ, ഏകദേശം ഒരു 20 മിനിറ്റോളം ദൈർഘ്യം വരുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു 360 ഡിഗ്രിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് BSc മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത് നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ്ങും അതുപോലെ തന്നെ നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിൽ ഇപ്പോൾ MSc ഇൻ ക്ലിനിക്കൽ എംബ്രിയോളജി, ഹിസ്റ്റോപാത്തോളജി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി പോലുള്ള ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയാസിലോട്ട് നമുക്ക് MSc ഒക്കെ ചെയ്ത് റിസർച്ച് ലെവലിലോട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുക, വൈറോളജി, ഇമ്മ്യൂണോളജി അങ്ങനത്തെ മേഖലയിലോട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉള്ള ഏറ്റവും ഗംഭീരമായിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് BSc മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത്. BSc മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ കേരളത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ പഠനം പ്ലസ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് അല്ല. ഇവിടെ 4 വർഷത്തെ കോഴ്സ്, അതിൻ്റെ അകത്ത് തന്നെയാണ് ഇന്റേൺഷിപ്പ് അവർ ഷെഡ്യൂൾ ചെയ്തത്. അങ്ങനെയാണ് അതിൻ്റെ സിലബസ് വന്നിട്ടുള്ളത്. 4 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറൊക്കെ ആയിട്ട് നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ടോട്ടൽ ഒരു 4 വർഷം തിയറിറ്റിക്കലിയും ക്ലിനിക്കലിയും 4 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ് മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത്. ഏകദേശം 1300-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഇന്ന് നിലവിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലുള്ളൂ. അതുപോലെ തന്നെ ഇനി മൂന്നാമത് നോക്കുമ്പോൾ വരുന്നൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് 20-ൽ താഴെ സീറ്റുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ തിയറിയും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, ഗ്രാൻഡ് ടോട്ടൽ ഒരു 4 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അലൈഡ് സയൻസ് കോഴ്സാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂഷൻ ടെക്നോളജിയിലേറെ നല്ലത് കാർഡിയോ വാസ്കുലർ ടെക്നോളജി അങ്ങനത്തെ പ്രോഗ്രാമുകളാണ്. ഈ പെർഫ്യൂഷനിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന 100% അത് തന്നെ വേണമെന്ന് പറയുന്ന കുട്ടികൾക്ക് അത് എടുക്കാം. കാരണം നമ്പർ ഓഫ് വാക്കൻസീസ് നോക്കുമ്പോൾ വളരെയധികം കുറവാണ് പെർഫ്യൂഷൻ ടെക്നോളജിക്ക് കണ്ടുവരുന്നത്. ഇനി നാലാമത് വരുന്ന സമയത്ത് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സാണ് വരുന്നത്. BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ കണ്ണ് ഡോക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഐ ക്ലിനിക്കുകളിലും ഐ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഇതും ഒരു 3 വർഷത്തെ പ്രോഗ്രാം, അതിൻ്റെ കൂടെ 1 ഇയർ പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, അങ്ങനെ ടോട്ടൽ 4 വർഷം കൊണ്ട് 3 വർഷത്തെ പഠനവും അതിൻ്റെ പുറമെ 1 വർഷത്തെ ഇന്റേൺഷിപ്പോട് കൂടി ടോട്ടൽ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഇനി പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമിലോട്ട് വരുന്ന സമയത്ത് BPT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. BPT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും. അടുത്ത 2026 മുതൽ ഇതൊരു പൊതുവായിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിൻ്റെ അണ്ടറിലോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് DR എന്ന് പറയുന്ന ലേബൽ ഇനി മുതൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ആഡ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ പേരിൻ്റെ മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് നമുക്ക് DR, ഡോക്ടർ എന്ന് പറയുന്ന ലേബൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമെഡിക്കൽ
കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി ഒരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇത് 4.5 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. 4 വർഷം കോഴ്സും പ്ലസ് 6 മാസത്തെ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ഞാൻ പറയുന്ന എല്ലാ കോഴ്സുകളെ കുറിച്ചിട്ടും അതിൻ്റെ സീറ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫിസിയോതെറാപ്പി ടോട്ടൽ 4.5 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ പഠനം പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പാണ് വരുന്നത്. ഇനി അടുത്തൊരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് BASLP ആണ്. BASLP എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഇതിന് തെറാപ്പിയിലൂടെ സയന്റിഫിക്കലി അവരുടെ കേൾവി ശക്തിക്കും അതുപോലെ തന്നെ സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്തിട്ട് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസും ഡെവലപ്പ് ചെയ്യും തോറും നമുക്ക് അതിനുള്ള സാധ്യതകൾ കൂടി വരുന്ന ഒരു പ്രോഗ്രാമാണ് BASLP എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ 4 വർഷത്തെ പ്രോഗ്രാമാണ്. 3 വർഷത്തെ പഠനം, അതിൻ്റെ പുറമെ 1 വർഷത്തെ ഇന്റേൺഷിപ്പാണ് വരുന്നത്. കേരളത്തിൽ മൊത്തം 6 കോളേജുകളിലെ ഈ കോഴ്സ് ഉള്ളൂ. ടോട്ടൽ ഈ 6 കോളേജുകളിലായിട്ട് 155 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗ്രാൻഡ് ടോട്ടൽ 155 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി 7ാമതൊരു കോഴ്സിലോട്ട് വരുമ്പോൾ BCVT, ബാച്ചുലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയും. ഇതും ഒരു 4 വർഷം ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഫേസ് മേക്കർ ഇംപ്ലാന്റേഷൻ പോലുള്ള ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ കാർഡിയക് സർജന്റെ കൂടെ ജോലി ചെയ്യുന്ന, കാർഡിയക് തൊറാസിക് തിയേറ്ററിന്റെ ഉള്ളിൽ കാത്ത് ലാബിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3 വർഷത്തെ പഠനം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് BSc MIT കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള 100% ജോലി കിട്ടുന്ന മറ്റൊരു പ്രോഗ്രാമുകളാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സ്റേ, CT സ്കാൻ, MRI, അൾട്രാസൗണ്ട്, PET CT, മാമോഗ്രമി, ഫ്ലൂറോസ്കോപ്പി പോലുള്ള ഒരുപാട് സ്കാനിങ് മെത്തേഡുകളുണ്ട്. ഒരുപാട് മിഷനറീസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഇന്റേണൽ ഫങ്ഷൻസിൻ്റെ ഇമേജസ് പുറത്തോട്ടേക്ക് എടുക്കുന്ന സ്കാനിങ് മെഷീൻസുകളുണ്ട്. അപ്പോൾ അതിൽ റേഡിയേഷൻ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന അയണൈസേഷൻ റേഡിയേഷനും നോൺ അയണൈസേഷൻ റേഡിയേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയേഷൻ വെച്ചിട്ട് ഹ്യൂമൻ ബോഡിയുടെ അസുഖങ്ങളെ പുറത്തോട്ടേക്ക് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നവരാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിസ്റ്റ് എന്ന് പറയും. ഇതും ഒരു 4 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. 100% ജോലി കിട്ടുന്ന പ്രോഗ്രാമാണ്. 3 വർഷത്തെ പഠനം, അതിൻ്റെ പുറമെ 1 വർഷത്തെ ഇന്റേൺഷിപ്പാണ് വരുന്നത്. ഇനി 9ാമത്തെ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ റേഡിയോ തെറാപ്പി ടെക്നോളജി. മറ്റേത് സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് റേഡിയേഷൻ വെച്ചിട്ട് തെറാപ്പി കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അതായത് ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. അതായത് ക്യാൻസർ സെൽസിനെ കരിയിച്ച് കളയുന്ന പ്രോസസ്സ് ചെയ്യുന്നവരാണ് റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. കേരളത്തിൽ വളരെ കുറഞ്ഞ 10ൽ താഴെ സീറ്റുകൾ മാത്രമേ ഈ പ്രോഗ്രാമുകളുള്ളൂ. MIT എന്ന് പറയുന്ന കോഴ്സിന് ഏകദേശം 135ഓളം സീറ്റുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ സീറ്റുകളുടെ ഡീറ്റെയിൽസുകളും ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് BSc RDT എന്ന് പറയും. റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയും. നമ്മുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വൃക്ക രോഗ വിഭാഗത്തിൽ നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ്. അപ്പോൾ കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും അതിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ കുറിച്ചിട്ടും സയന്റിഫിക്കലി പഠിക്കുന്നവരാണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഡയാലിസിസ്, കിഡ്നി ഫങ്ഷൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡയാലിസിസ് കൊടുക്കും. അതായത് ഹ്യൂമൻ ബോഡിയിലെ ഫ്ലൂയിഡുകൾ മൊത്തം ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് യൂറിയ അല്ലെങ്കിൽ മറ്റുള്ള ടോക്സിക് കണ്ടന്റുകളൊക്കെ മാറ്റി തിരിച്ച് ബോഡിയിലോട്ട് ചെയ്യുന്ന, എക്സ്റ്റേണലി ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നവരാണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. 100% ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്. 3 വർഷത്തെ പഠനം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ് വരുന്നത്. 150ൽ താഴെ സീറ്റുകൾ മാത്രമേ റീനൽ ഡയാലിസിസ് ടെക്നോളജിക്ക് ഓൾ കേരള ലെവലിലുള്ളൂ. ഇതാണ് ഈ കോഴ്സുകളുടെ ഒക്കെ പ്രത്യേകത. ഇനി 11ാമത്തെ ഒരു കോഴ്സിലോട്ട് വരുന്ന സമയത്ത് BOT, അതും ഒരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയും. നമ്മുടെ ഒക്യുപേഷൻസ്, അതായത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഒക്യുപേഷണൽ തെറാപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് 4.5 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. 4 വർഷത്തെ പഠനം പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പാണ് വരുന്നത്. 100% ജോലി കിട്ടുന്ന പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന അടിപൊളി പ്രോഗ്രാമാണിത്. WFOT, IOTA പോലുള്ള അംഗീകാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ
മനസ്സിലാക്കണം. ഇതിന് ടോട്ടൽ 60 സീറ്റുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. ആകെ 3 കോളേജിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി 12ാമത്തെ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ അത് BSc ന്യൂറോ ടെക്നോളജിയാണ്. ന്യൂറോയുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഇവർ. ഇത് 3 വർഷം ഡ്യൂറേഷനും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. അതുപോലെ തന്നെ 13ാമത്തെ കോഴ്സിലോട്ട് വരുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഉണ്ട്. 3+1 ഇയർ ഇന്റേൺഷിപ്പ് വരും. അതുപോലെ തന്നെ മെഡിക്കൽ ബയോ കെമിസ്ട്രി വരുന്നുണ്ട്. 3 വർഷം ഡ്യൂറേഷൻ വരുന്നുണ്ട്. മെഡിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ടോട്ടൽ 4 കോളേജുകളിൽ മാത്രമേ ഈ പ്രോഗ്രാം ഉള്ളൂ. 98 സീറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 15ാമത്തെ ഒരു കോഴ്സിലോട്ട് അവസാന കോഴ്സാണ് 15ാമത്തെ കോഴ്സാണ്. അത് BPO എന്ന് പറയും, ബാച്ചുലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയും. നമ്മുടെ കൃത്രിമമായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലിംബുകൾ, നമ്മുടെ കൈകാലുകളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ലിംബുകൾ, നമ്മുടെ കൈകളും കാലുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന, ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു കൊടുക്കുന്നവരാണ് BPO, ബാച്ചുലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയും. അപ്പോൾ ഇതും 100% ജോലി കിട്ടുന്ന പ്രോഗ്രാമാണ്. ഇത് 3 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. കേരളത്തിൽ ആകെ ഒറ്റ സ്ഥാപനത്തിലുള്ള നിപ്മർ. അതോടെ ടോട്ടൽ 20 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതല്ലാതെ മറ്റുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഫാർമസി കോഴ്സുകളുണ്ട്, MBBS BDS പോലുള്ള മറ്റുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടും അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളിലോട്ടും വരുമ്പോൾ ഈ കാണുന്ന 15 പ്രോഗ്രാമുകളാണുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കോളേജുകളും ഇതിലൊക്കെ ഏതൊക്കെ കോളേജുകളിൽ എത്രയൊക്കെ സീറ്റുകൾ ഉണ്ടെന്നൊക്കെ അറിയണം, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സീറ്റ് മെട്രിക്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ യൂട്യൂബിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ചോദിക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ചോദിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.